പുതുവർഷത്തിന്റെ പുലരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പലരും ആശംസാ കാർഡുകളുമായി, പലരും പല നിലക്ക് ശബ്ദമുണ്ടാക്കുന്ന നിലക്ക് വെടിപ്പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടും വൈദ്യുതികളെ അലങ്കരിച്ചുകൊണ്ടും വീടിനെ ആകമാനം വിളക്കുകൾ കൊണ്ട് ഭംഗിയാക്കിക്കൊണ്ടും അങ്ങനെ പല നിലക്കും വയറ് നിറയെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം. ഓരോ ആഘോഷങ്ങളും നടക്കുമ്പോൾ കേരളത്തിലെ ജനത കുടിച്ചു തീർക്കുന്ന മദ്യത്തിന് കയ്യും കണക്കുമില്ല. അല്ലേ? ഈ കേരള നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ആരോ എഴുതി വെച്ചത് അബദ്ധമായിപ്പോയോ എന്നിപ്പോൾ നമുക്ക് തോന്നുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആഘോഷങ്ങൾ കടന്നു വരുമ്പോൾ കേരള ജനത കുടിച്ചു തീർക്കുന്ന മദ്യത്തിന് കയ്യും കണക്കുമില്ല. ലക്ഷങ്ങളുടെ കണക്കല്ല, കോടികളുടെ കണക്കുകളാണ് ഇനി വരാനിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പുതുവർഷ പുലരിക്ക് വേണ്ടി, കഴിഞ്ഞ വർഷം ന്യൂ ഇയറിനെ ആഘോഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനത കുടിച്ചത് 4 കോടിയിലധികം മദ്യമാണ്. 4 കോടിയിലധികം വില വരുന്ന മദ്യമാണ് കേരള ജനത കുടിച്ചത്. ഈ വർഷം ആ കണക്കുകൾ ഭേദിക്കുമോ എന്നെനിക്കറിയില്ല. നോക്കൂ നിങ്ങൾ, ഈ നിലക്ക് വളരെ മോശമായ നിലക്ക് മദ്യം കഴിച്ചുകൊണ്ടും ആഘോഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഈ നിലക്കുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പുതുവർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. മുസ്ലിം ആലോചിക്കണം, എന്റെ സമീപനം എന്താണ്? ഞാൻ ഇത്തരം സന്ദർഭങ്ങളോട് എന്ത് സമീപനമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? എന്റെ നിലപാട് എന്തായിരിക്കണം? എന്താണ് എന്റെ മതത്തിൽ എന്റെ നേതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? നന്നായി പരിശോധിച്ചിട്ട് വേണം ഓരോ മേഖലകളിലേക്കും അവൻ കൈവക്കാൻ. നമ്മൾ ആദ്യം അറിയണം, വിശ്വാസികളെ, നമുക്ക് അല്ലാഹു തന്നത് 2 ആഘോഷം മാത്രമാണ്. 2 ആഘോഷമേ നമുക്കുള്ളൂ. അതല്ലാത്തതൊന്നും നമ്മളുമായി ബന്ധപ്പെട്ടതല്ല, അതല്ലാത്തതൊന്നും നമ്മുടെ സംസ്കാരമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയപ്പോ ഹദീസുകളിൽ കാണാം, സഹോദരന്മാരെ, ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അതാ വലഹും യൗമാനി യൽഅബൂന ഫീഹിമാ, മദീന നിവാസികൾക്ക് 2 ആഘോഷത്തിന്റെ ദിനങ്ങളുണ്ടായിരുന്നു. മദീനത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ അതാ 2 ദിവസങ്ങളിൽ അവർ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ഫഖാല, നബിതങ്ങൾ മദീനക്കാരോട് ചോദിക്കുന്നു, മഹാദാനിൽ യൗമാൻ, ഈ 2 ദിവസങ്ങൾ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? ഈ 2 ദിവസങ്ങളിൽ എന്തിനാണ് നിങ്ങൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്? അതിന്റെ പിന്നിലെ പൊരുളെന്താണെന്ന് മദീനയിലെ വിശ്വാസികളോട്, മുസ്ലിമീങ്ങളോട് നബിതങ്ങൾ ചോദിക്കുന്നത് ഹദീസിൽ കാണാം. അപ്പോഴതാ അവര് പറയുകയാണ്, ഖാലു കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്ന അവസ്ഥയിൽ, ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നപ്പോൾ, ഇസ്ലാമിന്റെ വെളിച്ചം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ആഘോഷം നടത്തിയിരുന്ന 2 ദിവസങ്ങളാണിത്. അത് ഞങ്ങൾ തുടർന്നു പോരുകയാണ് നബിയെ. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ. ഞാൻ ആ പറഞ്ഞ വാചകം നിങ്ങൾ അടിവരയിട്ടോ. റസൂലുള്ളാഹി പറയാണ്, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ, അതിനേക്കാൾ ഖൈറായ 2 ദിവസങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് പകരമായി നൽകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ആഘോഷിക്കുന്ന 2 ദിവസമല്ലേ, അതിനേക്കാൾ ഖൈറായത് 2 അല്ല നിങ്ങൾക്ക് പകരമായി നൽകി. ഏതാണ് ആ 2? യൗമൽ അൽഹാ വയൗമൽ ഫിത്ർ. യൗമൽ അൽഹാ വയൗമൽ ഫിത്ർ, അത് ഒന്ന് ഈദുൽ അൽഹയാണ്, മറ്റൊന്ന് ഈദുൽ ഫിത്റാണ്. ഇതല്ലാത്തൊരാഘോഷം ഇസ്ലാമിന്റെ പേരിൽ ആഘോഷിച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്കൊരാഘോഷമല്ല, ഈ 2 ആഘോഷം അത് നല്ല നിലയ്ക്ക് ഇസ്ലാമിന്റെ ആദാബുകൾ, മര്യാദകൾ പാലിച്ചുകൊണ്ട് ആഘോഷിക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകമായ ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒന്നും ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ചെയ്തുകൂടാ. അപ്പൊ പിന്നെ പുതുവർഷവും നമുക്ക് ആഘോഷിക്കാൻ പറ്റൂലേ? പുതുവർഷം നമ്മൾക്ക് പുതുവത്സര കാർഡുകൾ, ആശംസാ കാർഡുകൾ നമുക്ക് പാടില്ലേ? നമുക്ക് ഗ്രീറ്റിംഗ് അയക്കാൻ പറ്റൂലേ? നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റൂലേ? നമുക്കൊരു സംശയമുണ്ടാകും. പറ്റില്ലെന്ന് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത്. കാരണം എന്താ? ഈ പുതുവർഷ പുലരി ആഘോഷിക്കുക എന്ന ഏർപ്പാട് എവിടെ നിന്നാ വന്നത്? അതിന്റെ ഉത്ഭവം എവിടെയാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇസ്ലാമിന്റെ കൾച്ചറാണോ? ഇസ്ലാമിന്റെ സംസ്കാരമാണോ?
അല്ല പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തെ ആഘോഷിക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമല്ലാത്ത, ഇസ്ലാമിന്റെ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്തവരിൽ നിന്ന് കടന്നു വന്ന ഏർപ്പാടാണ്. അതിന്റെ പിന്നിലൂടെ നമുക്ക് പോയിക്കൂടാ. നിങ്ങൾ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ വളരെ പ്രഗൽഭനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. സഹാബിയാ പറയുന്നത് കേട്ടോ. മൻ തഅസ്സാ ബി ബിലാദിൽ ആജിമി വവളഅ നൈറൂസഹും വമഖ്റജാനഹും وتشبه بهم حتى يموت وهو كذلك حشر معهم يوم القيامة. മുസ്ലിമീങ്ങളോടാ പറയുന്നത്, മൻ തഅസ്സാ ബി ബിലാദിൽ ആജിമി, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഭരണം നടത്തുന്ന നാട്ടിന്റെ ഏതെങ്കിലും ഒരു ആചാരം ആരെങ്കിലും കടമെടുത്താൽ, ഇസ്ലാമിക ഭരണം നടക്കാത്ത, ഇസ്ലാമിന്റെ സംസ്കാരം അനുസരിച്ച് ഭരണം നടക്കാത്ത, ഇസ്ലാമിന്റെ കൾച്ചറിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ ആചാരങ്ങളോ അവരുടെ സമീപന രീതികളോ ആരെങ്കിലും ഫോളോ ചെയ്താൽ, ആരെങ്കിലും അനുധാവനം ചെയ്താൽ, നൈറൂസഹും അവരുടെ നൈറൂസ് ആഘോഷിച്ചാൽ, മഹറജാനഹും അവരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചാൽ, വതശബ്ബഹ ബിഹിം എന്നിട്ട് അവരോട് സാദൃശ്യപ്പെടുകയും ചെയ്താൽ, ഹത്താ യമൂത മരിക്കുന്നത് വരെ, ആ മരണം വരെ, ആ മനുഷ്യൻ മരിക്കുന്നത് വരെ അങ്ങനെയാണ് അയാൾ ചെയ്തതെങ്കിൽ, മഹാനായ സ്വഹാബി പറയാണ്, ഹുശിറ മഅഹും യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അവരുടെ കൂട്ടത്തിലായിട്ടാണ്, അവരുടെ കൂടെയാണ് പുനരുദ്ധാനം നടക്കുന്നത്. ആ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയായിരിക്കുമെന്ന് മഹാനായ സ്വഹാബി വര്യൻ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, എന്താ ഹദീസിൽ എന്താ ഈ അസറിൽ പറഞ്ഞത്, ഈ സംഭവത്തിൽ പറഞ്ഞത് എന്താണ്? ഏതെങ്കിലും മറ്റുള്ള ആളുകളുടെ സമീപന രീതിയോ അവരുടെ സംസ്കാരമോ അവരുടെ നിലപാടുകളോ മുസ്ലിമീങ്ങളായ നമ്മൾ സ്വീകരിച്ചു കഴിയുകയും അവരുടെ ആ നിലപാടനുസരിച്ച് ജീവിക്കുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയും അവരുടെ നെയ്റൂസ് ആഘോഷിക്കുകയും ചെയ്താൽ, എന്താണ് ഈ നെയ്റൂസ് എന്ന് പറഞ്ഞാൽ? നെയ്റൂസ് എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ? നെയ്റൂസ് എന്ന് പറഞ്ഞാൽ അവ്വല യൗമിൻ മിൻ അയ്യാമി സനതി ശംസിയ ഇൻദൽ ഫുർസി, പേർഷ്യക്കാര് സൂര്യവർഷം വരുമ്പോ ഒന്നാമത്തെ സൂര്യവർഷത്തിന്റെ ഒന്നാമത്തെ ദിനമില്ലേ, പുതുവർഷ പുലരിയില്ലേ, ആ പുതുവർഷ പുലരിയെ അവര് നന്നായി ആഘോഷിക്കുമായിരുന്നു. ഇത് പേർഷ്യയുടെ ചരിത്രത്തിൽ കാണാം. ലോകത്ത് പുതുവർഷത്തെ ആഘോഷിക്കുക എന്ന ഏർപ്പാടിന് ആരംഭം കുറിച്ചത് പേർഷ്യക്കാരാണ്. ആ പേർഷ്യയുടെ സംസ്കാരമാണ് പിന്നീട് ലോകത്തുള്ള പലരും സ്വീകരിച്ചത്. അതുകൊണ്ട് മുസൽമാനെ, നിനക്ക് മറ്റുള്ളവരുടെ സംസ്കാരത്തിന്റെ പിന്നിൽ ഓടാൻ അള്ളാഹുവും അവന്റെ റസൂലും അനുമതി തരുന്നില്ല കേട്ടോ. നമുക്ക് അനുമതിയില്ല. നമുക്ക് ഇസ്ലാമിന്റെ സംസ്കാരമുള്ളൂ. പേർഷ്യക്കാർ തുടങ്ങി വെച്ച പുതുവർഷ ആഘോഷം, അതല്ലെങ്കിൽ പുതുവർഷ പുലരിയോട് അനുബന്ധിച്ച് നടക്കുന്ന ആഘോഷം, ഇഷ്ടം പോലെ മദ്യപിക്കുക, അതേപോലെ തന്നെ പടക്കം പൊട്ടിക്കുക, അതേപോലെ ലൈറ്റുകൾ അലങ്കരിക്കുക, നക്ഷത്രങ്ങൾ തൂക്കുക, വീട് ഭംഗിയാക്കുക, ഇഷ്ടം പോലെ ആനന്ദിക്കുക. നിനക്കതിന് പെർമിഷൻ ഇല്ല. ഏതാണെങ്കിലും ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾ ഏതാണെങ്കിലും ചെയ്യാൻ പറ്റൂല. ഇനിയോ അനുവദിക്കപ്പെട്ട നിലക്ക് ഹറാമൊന്നും ചെയ്യാതെ തന്നെ ആ ദിവസത്തിൽ നിനക്ക് സന്തോഷിക്കാൻ അവസരമില്ല. കാരണം അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഇസ്ലാമിന് രണ്ട് ആഘോഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലമാകുമ്പോ ഈ ഉമ്മത്തിന് വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ സമുദായമേ, ആ സമുദായത്തിന് വരുന്ന ദുരന്തം സഹോദരന്മാരായ അവിടുത്തെ അനുചരന്മാരായ ആ സ്വഹാബത്തിന്റെ മുമ്പാകെ നബി തങ്ങൾ പറയുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? അവസാന കാലാകുമ്പോ ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് നിങ്ങൾക്ക്? സംസ്കാരം ഉണ്ടാവില്ല. സംസ്കാരം കളഞ്ഞു കുടിക്കും. വേറെ സംസ്കാരങ്ങളെ വാരിപ്പുണരാൻ ഈ ഉമ്മത്ത് വല്ലാതെ ആഗ്രഹിക്കും. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബിൻ ലത്തബഅതുഹും ഖീല അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം,
ഒരു കാലം എന്റെ ഈ സമുദായത്തിന് വരാനുണ്ട്. ഏതാണ് ആ കാലം? നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, സംശയമില്ല. അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ലതത്തബിഉന്ന, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബറം ബിശിബിരിൻ, ചാണിന് ചാണായും വദിറാം ബിദിറായിൻ, മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ പല ആളുകളുടെയും, നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട പലരുടെയും സംസ്കാരങ്ങളെ ഏതുവരെ ഹത്താലോ ദഖലൂ ജുഹറ റബ്ബിൻ, അവരൊരു ഉടുമ്പിന്റെ മാളത്തിലാണ് പ്രവേശിച്ചതെങ്കിൽ നിങ്ങളും അവരെ ആ വിഷയത്തിലും ഫോളോ ചെയ്യും, ആ വിഷയത്തിലും അനുഗമിക്കും. നിങ്ങൾ പ്രയാസപ്പെട്ട് ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവരുടെ പിന്നാലെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ നിങ്ങൾ പിൻപറ്റും. സംശയമുണ്ടായ അനുചരന്മാര് നബി തങ്ങളോടുള്ള ചോദ്യം, നബിയെ ജൂത ക്രൈസ്തവരെ കുറിച്ചാണോ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാതെ ആരെക്കുറിച്ചാണ് പറയാനുള്ളത്? അല്ലാതെ ആരാണെന്ന് ഹബീബ് അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഓർത്തോ വിശ്വാസി, നമുക്ക് നമ്മുടേതല്ലാത്ത സംസ്കാരം വേണ്ട. ഏതാഘോഷാണെങ്കിലും ആ ആഘോഷത്തിനൊന്നും പങ്കെടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. അതിനൊന്നും ഗ്രീറ്റിംഗ് അയക്കാൻ നമുക്ക് പാടില്ല. അമ്മാ തഹ്നിയത്തുഹും, അവർക്ക് ആശംസ നേരുക എന്നുള്ളത് അത് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, ബിൽ ഇത്തിഫാഖി ഹറാമും ബിൽ ഇത്തിഫാഖി, മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായ പ്രകാരം അത് ഹറാമ് തന്നെയാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത ഹുക്കുമാണത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നമുക്ക് നമ്മുടേത് മാത്രം മതി. അപ്പൊ പുതുവർഷ പുലരിയെ നിലക്ക് നമ്മൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല, ആഘോഷിക്കാൻ കാത്തിരിക്കേണ്ടതില്ല. അത് നമ്മുടെ സംസ്കാരമല്ല. പിന്നെയോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പുതുവർഷം വരുമ്പോ നമുക്ക് പലതും ചിന്തിക്കാനുണ്ട്, നമുക്ക് പലതും ആലോചിക്കാനുണ്ട്. നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത്? ഈ പുതിയ വർഷം വരുമ്പോ സത്യവിശ്വാസി അവന്റെ ആ കഴിഞ്ഞ വർഷത്തിന്റെ പേജുകൾ മറിക്കണം. കഴിഞ്ഞുപോയ വർഷത്തിന്റെ പേജുകൾ അവൻ മറിക്കണം, താളുകൾ മറിച്ചവൻ പരിശോധിക്കണം. ഈ കഴിഞ്ഞ വർഷം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? ഈ കഴിഞ്ഞ വർഷത്തിൽ എന്റെ റബ്ബിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്തത്? കഴിഞ്ഞ വർഷത്തിൽ എന്റെ റബ്ബിന്റെ അരികിലേക്ക് യാത്ര പോകുമ്പോ കൊണ്ടുപോകാൻ എന്ത് വിഭവമാണ് എന്റെ കയ്യിലുള്ളത്? ഞാൻ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? വിചാരണ ചെയ്യേണ്ട നേരമാണവന്. ഈ വർഷത്തെ യാത്ര അയക്കുമ്പോ അവൻ കണക്ക് നോക്കണം, ലാഭനഷ്ടത്തിന്റെ കണക്ക് നോക്കണം. ലോകത്തെ ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാത്തവരാരുമില്ലല്ലോ. കച്ചവടക്കാരൻ കണക്ക് നോക്കുന്നു, ബിസിനസ്സുകാരൻ അവന്റെ വരവ് ചെലവ് നോക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസി കഴിഞ്ഞ വർഷത്തിന്റെ താളുകൾ മറിച്ചിട്ട് എന്തുണ്ട് നിന്റെ കയ്യിൽ? ഒന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയിട്ട് വല്ലതും തകരാറുണ്ടെങ്കിൽ തിരുത്തേണ്ട സന്ദർഭമാണ് ഈ പുതിയ വർഷം എന്ന് പറയുന്നത്. അത് പരിഹരിക്കേണ്ട കാലമാണ്. കാരണം ആഖിറത്തിലെത്തിയിട്ട് കണക്ക് നോക്കിയാൽ പരിഹരിക്കാൻ സമയമില്ല, ലോകത്തേക്ക് മടക്കമില്ല, പിന്നീട് വീണ്ടും ഈ ജീവിതത്തിലേക്കുള്ള മടക്കമില്ല. അത് പരിഹരിക്കാനാകാത്ത ലോകമാണ്. പരിഹരിക്കേണ്ടത് ഇത് ദാറുൽ അമലാണ്, ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ്. ദാറുൽ ജസാ വരാനേ ഉള്ളൂ. ജസാഇന്റെ ലോകത്ത് അമലിന് പ്രസക്തിയില്ല. അമൽ ഈ ലോകത്ത് വെച്ചാണ്. അതുകൊണ്ട് വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിച്ചോ. ആ പുതുവർഷത്തിൽ നീ ഒന്ന് കണക്ക് നോക്ക്. അല്ല പറയുന്നതൊന്ന് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ ഹശറിൽ ഇതല്ലേ നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ വിശ്വസിച്ചവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ. വൽതൻളുൻ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഓരോ നഫ്സും എന്ത് ചെയ്തു വെച്ചു എന്ന് ഒന്ന് പരിശോധിക്കണേ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് നിങ്ങളുടെ നാഥൻ എന്ന് അള്ളയാണ് സൂറത്തുൽ ഹശറിലൂടെ പറഞ്ഞത്. അല്ലേ, കണക്ക് നോക്കട്ടെ നമ്മള്. എന്താ കയ്യിലുള്ളത് നോക്കണ്ടേ? അല്ലേ, സുദീർഘമായ യാത്രക്ക് വേണ്ടി എന്താ കയ്യിലുള്ളത്? ഗൾഫിക്ക് പോവുകയാണെങ്കിൽ, ദുബായിലേക്ക് പോവുകയാണെങ്കിൽ എത്രയോ തവണ പാസ്പോർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കുക. എക്സ്പയറി ആയിട്ടുണ്ടോ, ഡേറ്റ് പോയിട്ടുണ്ടോ, വിസ ഓക്കെ അല്ലേ,
ടിക്കറ്റ് കൺഫേം ആണോ? യാത്രക്കാവശ്യമായ രേഖകളുണ്ടോ? യാത്രക്കാവശ്യമായ മറ്റുള്ള എല്ലാ സംഗതികളുണ്ടോ? എത്ര തവണ നമ്മൾ പരിശോധിക്കാറുള്ളത് അല്ലേ? ഒരു ചെറിയ യാത്രക്ക് വേണ്ടി. എന്നാൽ മടക്കമില്ലാത്ത യാത്രല്ലേ? അള്ളാഹുവിന്റെ അരികിലേക്ക് ആ പോകുമ്പോൾ നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്ത് പാതേയമാണുള്ളത്? കൊടിഞ്ഞു തീരുന്ന ഓരോ ദിവസങ്ങളെക്കുറിച്ചും, ഓരോ മാസങ്ങളെക്കുറിച്ചും, ഓരോ ആഴ്ചകളെക്കുറിച്ചും, ഓരോ വർഷങ്ങളെക്കുറിച്ചും പലതവണ വീണ്ടും വിചാരം നടത്തിക്കോ. എന്റെ റബ്ബ് ഈ സമയത്തന്നെ തിരിച്ചു വിളിച്ചാൽ എന്തുണ്ട് എന്റെ കയ്യിൽ? അതുകൊണ്ട് വിശ്വാസിക്ക് സമാധാനിക്കാൻ കഴിയൂല, വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയൂല. കാരണം എങ്ങനെ സന്തോഷിക്കും? ഒരു വർഷം തീർന്നില്ലേ, എന്താ കയ്യിലുള്ളത്? വിശ്വാസി സങ്കടപ്പെടേണ്ട നേരമാണ് അല്ലേ? ഒരു വർഷം തീരുമ്പോ സന്തോഷിക്കേണ്ട നേരമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ സംസ്കാരമല്ല. പുതുവർഷത്തിന്റെ പുലരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പലരും. ആശംസാ കാർഡുകളുമായി പലരും